നമസ്കാരം. ഞാൻ വീണ്ടും ഒരു ബ്ലഡ് ഡൊണേഷൻ വന്നിരിക്കുകയാണ്. അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിലാണ്. ഇവിടെ ഇപ്പം തേർഡ് ടൈമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ അഹല്യയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം സെപ്റ്റംബറിൽ ഒരു തവണ ഡൊണേറ്റ് ചെയ്തു, ഡിസംബറിൽ ചെയ്ത്, ഇപ്പോൾ മാസം എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു 5 to 10 minutes എടുക്കും. എൻ്റെ ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഹാൻഡ്സ് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ലാസ്റ്റത്തെ നോക്കിയിട്ട് ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ അടുത്തതാണ് ലെഫ്റ്റ്. അപ്പോൾ ഇപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ലെഫ്റ്റ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഹാർട്ടിൻ്റെ ഒരു ഫ്ലോയും അതിൻ്റെ വെയിൻസിൻ്റെ ഇതൊക്കെ കുറച്ചുകൂടി നല്ലത് സ്മൂത്ത് ഫ്ലോയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ റൈറ്റിൽ കൊടുക്കുമ്പോൾ കുറച്ച് സ്ലോ ആവാറുണ്ട്, കുറച്ച് സമയം എടുക്കണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് സ്ട്രെയിനും അവിടെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. എന്തായാലും ബ്ലഡ് എല്ലാവരും ഡൊണേറ്റ് ചെയ്യുക, ഒരു ജീവൻ രക്ഷിക്കുക. പിന്നെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാ ഓർഗൻസും വർക്കാവും, പ്രത്യേകിച്ച് ബോൺ മാരോസൊക്കെ എല്ലാ ഓർഗൻസും നല്ല പുതിയ ബ്ലഡ് കിട്ടും, ശരീരം മുഴുവനായിട്ട് വർക്ക് ചെയ്യും, ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പല രോഗങ്ങളും പോകാനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ, അങ്ങനത്തെ BP മാനേജ്മെൻറ്റ്, പിന്നെ ഷുഗറിൻ്റെ അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് ബ്ലഡ് ഡൊണേഷൻ വളരെ ഗുണം ചെയ്യും. മീൻസ് അത് വരാണ്ടിരിക്കാനും ഇല്ലാണ്ടിരിക്കാനും പറ്റും. ഇൻക്ലൂഡിങ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പോലും ബ്ലഡ് ഡൊണേഷനിൽ നമുക്ക് ഇതിനേക്കാളുപരി ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമാകുന്നു. ഒരു ബ്ലഡ് ഡൊണേഷൻ 4 പേർക്ക് ജീവൻ രക്ഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 160 പേരുടെ ജീവനിൽ ഞാൻ എത്തിയിട്ടുണ്ടാവും. അതിനേക്കാൾ വലിയ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലേ?